eyeball Bluetooth headset. ബ്രാൻസോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഐബോൾ പൾസ് BT4 എന്ന ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് റിവ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടുതൽ റിവ്യൂ ചെയ്യുമോ എന്നൊന്നും പറഞ്ഞ് വഷളാക്കുന്നില്ല, പകരം ജസ്റ്റ് അൺബോക്സിങ്. ആമസോണിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിലാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അന്നത്തെ വില 499 രൂപയായിരുന്നു. ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഇവിടെ പിറകിൽ ഇങ്ങനെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ബോക്സൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കാം. ഇതാണ്. ഈ പാക്കിംഗ് ഒന്നും പോരാട്ടോ. ഇതാണ് ഇതിൻ്റെ USB കണക്ടർ. നോർമൽ നമ്മുടെ USB കണക്ടർ തന്നെയാണുള്ളത്. ഹൈ ക്വാളിറ്റി എന്നൊന്നും പറയുന്നില്ല, പക്ഷേ 499 രൂപയ്ക്ക് ഒരു ബ്ലൂടൂത്ത് സ്റ്റീരിയോ ഹെഡ്സെറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ വില ഓക്കെയാണ്. ഇനി ഇതിൻ്റെ കൂടെയുള്ള ബുക്കാണ്. അത് നോർമലി എല്ലാ അതിനും കിട്ടുന്നത് പോലെയുള്ള ഒരു കാറ്റലോഗ്. ഇനി ബാക്കി ഹെഡ്സെറ്റ് ഒന്ന് പുറത്തെടുക്കാം. ഇതാണ് ഐബോൾ പൾസ് BT4 സ്റ്റീരിയോ ഹെഡ്സെറ്റ്. ലുക്കൊക്കെ അടിപൊളിയാണ്. സോഫ്റ്റ് ഇയർ കുഷ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വെക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. പിന്നെ 3 കൺട്രോളിങ് സ്വിച്ചുകളാണുള്ളത്. അതിലൊന്ന് ഓൺ ഓഫ്, പ്ലേ, എൻഡ് ആൻഡ് കോൾ ആൻസറിങ് അങ്ങനെയുള്ള എല്ലാത്തിനും ഉള്ളതാണ്. ബാക്കി രണ്ടും പ്രീവിയസും നെക്സ്റ്റും അടിക്കാനുള്ളത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണാണ്. സോഫ്റ്റ് കുഷ്യൻസ് ഇത് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് ചെവിയിൽ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഇനി സ്വിച്ചസും സോഫ്റ്റ് സ്വിച്ചാണ്. ഇതാ ഫസ്റ്റത്തെ വോളിയം അപ്പാണ്. അതുപോലെ തന്നെ സെൻട്രലുള്ളത് എൻഡ്, പവർ ഓൺ, ഓഫ് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ്. താഴെയുള്ളത് വോളിയം ഡൗൺ, ഐബോൾ. ഇനി ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ഞാൻ പറയട്ടെ. എനിക്ക് ഐബോളിൻ്റെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ എക്കോ സൗണ്ട് വരുന്നുണ്ട്. അതായത് ഞാൻ ഇത് വെച്ച് ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് എക്കോ അടിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ട് ഞാൻ ഐബോളിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാറ്റി കൊടുത്തിരുന്നു. തിരിച്ചു കിട്ടിയപ്പോൾ അത് ഓക്കെ ആയി. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ചാർജിങ് സോക്കറ്റ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് ഞാൻ കണ്ടിട്ടുള്ളത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സൗണ്ട് കുറവാണ്. സ്റ്റീരിയോ ആണെങ്കിലും റൈറ്റ് സൈഡിൽ സൗണ്ട് കുറവാണ്. പക്ഷേ 499 രൂപ എന്ന് പറയുമ്പോൾ അതൊക്കെ. ഇതിപ്പോൾ ഓണാവുന്നുണ്ട്. ഇനി ഇതിലൊന്ന് നമുക്ക് ഒന്ന് ചെവിയിൽ വെച്ച് നോക്കാം. ഇതാ, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കംഫർട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എനിക്ക് കിട്ടിയ ഹെഡ്സെറ്റിന് സൗണ്ട് കുറവുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 9 മണിക്കൂർ കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു 7 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ സ്റ്റാൻഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 200 മണിക്കൂർ പറയുന്നുണ്ട്. ഒരു 150 മണിക്കൂറോളം കിട്ടുന്നുണ്ട്. അതും ഇതിൻ്റെ പറയുന്നത് സത്യമാണ് പറയുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ഓടിച്ച് മടക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ ഓപ്ഷൻ, അതല്പം ക്വാളിറ്റി കുറവുണ്ട്. സോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.